ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാട്ടോ. അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ തുറന്നാൽ ഈ വീഡിയോ നിർബന്ധമാണ്. കാരണം ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് UDFന്റെ ആളുകളാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യാണ്. ഞാൻ എൻ്റെ ഒരു വ്യൂ പോയിന്റ് ഈ ഒരു വീഡിയോയെ കുറിച്ച് ഞാൻ പറയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യം കണ്ടിട്ടുണ്ടാവും. കണ്ടവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം വൈറലാണ്. വീഡിയോ എന്താണെന്ന് വെച്ചാൽ, അതിന് മുന്നേ ഞാൻ വീഡിയോ ഒന്ന് കാണിപ്പിക്കാം. വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറയാനുള്ളത് പറയാം. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. 1 2 3 ഇവിടെ ഇത് നെറ്റി പിടിക്കുക. ഇവിടെ ഒരു ഇത് നെറ്റി പിടിച്ച ഇവിടെ ലേറ്റ് എത്തും. കുറച്ചു നേരം പിടിച്ചോണ്ട് ഇവിടെ അപ്പുറത്തെ ഒരു മിഷീൻ ഉണ്ടാവും. അതിൽ കോണിയാണ്ട് ചാടിയാണോ നോക്കുന്നുണ്ട്. 7 സെക്കൻഡ് ആ കോണി നിൽക്കുള്ളൂ. അത് നോക്കിക്കൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. അതായത് ആ ഒരു ഏജ് ആയ ഒരാൾക്ക് ആ ഒരു പയ്യൻ വോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് എന്തായാലും 2-3 ദിവസം മുന്നത്തെ വീഡിയോ ആയിരിക്കും. കാരണം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞില്ല. അപ്പോൾ 2-3 ദിവസത്തെ മുന്നത്തെ ആയിരിക്കും. ഇനി ഞാൻ പറയാൻ വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇനി ഞാൻ പറയുമ്പോൾ ഇതിപ്പോ LDFന്റെ ആളുകൾ കാണുന്നുണ്ടാവും, UDFന്റെ ആളുകൾ കാണുന്നുണ്ടാവും, അതായത് കോൺഗ്രസിന്റെ ആളുകളൊക്കെ കാണുന്നുണ്ടാവും. അപ്പൊ ഇവിടെ ആ ഒരു പയ്യൻ കോണി ആണ്, അതായത് മുസ്ലിം ലീഗിന്റെ ആ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇനി നിങ്ങളൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഏതാണോ അത് മനസ്സിൽ വിചാരിക്കട്ടോ. നിങ്ങൾ ഏതാണോ, നിങ്ങൾ LDF ആണെങ്കിൽ LDF, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, ലീഗ് ആണെങ്കിൽ ലീഗ്, ഓക്കെ, നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് മനസ്സിൽ വിചാരിക്കുക. ഇപ്പോ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്, കുട്ടികൾക്ക് എന്തിനാണ് രാഷ്ട്രീയം, കുട്ടികൾക്ക് രാഷ്ട്രീയം വേണോ എന്നുള്ളതൊക്കെ. ഇനി ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. ഞാനും സത്യം പറഞ്ഞാൽ കുട്ടികൾ രാഷ്ട്രീയം വേണ്ട എന്നുള്ള ഒരു നിലപാടിലായിരുന്നു ഞാൻ. അല്ലെങ്കിൽ കുട്ടികൾക്ക് രാഷ്ട്രീയം വേണ്ട എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു ഞാൻ. പക്ഷേ അതിലൊരു ചെറിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഇന്നത്തെ കാലത്ത് ഈ മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ നമ്മളെ ഭരണാധികാരികൾ വേർതിരിക്കുമ്പോൾ ഈ പറയുന്ന കുട്ടികളാണ്, ഈ കുട്ടികളൊക്കെ നാളത്തെ ഭാവി താരങ്ങളാണ്, അല്ലെങ്കിൽ ഭാവി തലമുറയാണ്. അതിലിപ്പോ ആർക്കും ഒരു സംശയമില്ലല്ലോ. അപ്പൊ ഇവർക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ ഇവരെയൊക്കെ പറഞ്ഞു പഠിപ്പിക്കും, നീ മുസൽമാനാണ്, അവൻ ഹിന്ദുവാണ്, ഇവൻ ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ. അപ്പോൾ ഈ പറയുന്ന തലമുറ അത് തിരുത്തണം. ആ പറഞ്ഞ ആളോട്, അത് ആരും ആയിക്കോട്ടെ, ഏത് വലിയവനായിക്കോട്ടെ, ഏത് ചെറിയവനായിക്കോട്ടെ, ആരോടും അവര് പറയണം, അല്ല, ഞങ്ങളൊക്കെ ഒന്നാണ്, ഞങ്ങളൊക്കെ ഒന്നാണ്. ഇവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ ഒന്നുമില്ല, ഞങ്ങളൊക്കെ ഒന്നാണ്. ഒരമ്മ പെറ്റ മക്കളെ പോലെ ഞങ്ങളൊക്കെ ഒന്നാണ്. അത് പറയണമെങ്കിൽ ഇന്നത്തെ വർത്തമാന കാലത്തെ രാഷ്ട്രീയം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും ഒക്കെ വേർതിരിച്ച്, അതിന്റെ പേരിൽ വേർതിരിച്ച് കാണുകയാണ്. അപ്പോൾ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. ഈ വരും തലമുറക്കുണ്ടല്ലോ, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. കാരണം അവരാണ് നാളത്തെ ഭാവി താരങ്ങൾ, നാളത്തെ ഭാവി തലമുറ. അപ്പൊ അവർക്ക് മനസ്സിലാവണം, ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു കളിയാണ്. അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് അവർ കളിക്കുന്ന ഒരു ചീപ്പ് നാടകമാണ്, അല്ലെങ്കിൽ ചീപ്പ് കളിയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. ഈ വരുന്ന തലമുറക്ക് മനസ്സിലാവണം, നമ്മളൊക്കെ ഒന്നാണ്, നമ്മളൊക്കെ ഒന്നാണ്. ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യാനി എന്നോ ബംഗാളി എന്നോ ദ്രാവിഡൻ എന്നോ അങ്ങനെ ഒന്നുമില്ല, നമ്മളൊക്കെ ഒന്നാണ്. ആ ബോധം ഈ ഒരു കുട്ടികൾക്ക് വേണം. അതിനെന്താണ്, ഇവർക്ക് ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് അവരറിയണം. അത് ഈ ഒരു കുട്ടി എന്നല്ല, ഇപ്പൊ എനിക്കും ഇതേപോലെ 2 കുട്ടികളാണുള്ളത്. ഒരാൾക്ക് 5 വയസ്സും ഒരാൾക്ക് ഏകദേശം 3 വയസ്സുമായി. കാരണം ഇവരൊക്കെ പഠിക്കണം. ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ അത് അത്യാവശ്യമാണ്. അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇന്നത്തെ വർത്തമാന കാലത്ത് അത്യാവശ്യമാണ്. കുട്ടികൾ മനസ്സിലാക്കണം, അത് നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇനി പറഞ്ഞു കൊടുക്കുന്നവരുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ ഒരിക്കലും അതിലൊരു വർഗീയത കുത്തിക്കയറ്റരുത്. അവൻ ഹൈന്ദവനാണ്, അവനെ മാറ്റി നിർത്തപ്പെടേണ്ടതാണ്. അവൻ ക്രിസ്ത്യാനിയാണ്, അവനോട് കൂട്ടുകൂടല്ലേ. അവൻ മുസ്ലിമാണ്, അവനോട് കൂട്ടുകൂടല്ലോ എന്നല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതൊക്കെ മനുഷ്യന്മാരാണ്.
നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, ഒരു അമ്മ പെറ്റ മക്കളാണ്. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുക. പിന്നെ എങ്ങനെ ഇവിടെ ഈ മതവും ജാതിയും ഒക്കെ വന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, രാഷ്ട്രീയക്കാര് അവരുടെ അധികാരത്തിന് വേണ്ടി, അവർക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിവിടെ അത് കൊണ്ടുവന്നതാണ്. ഇപ്പൊ കണ്ടിട്ടുണ്ടല്ലോ ചില പാർട്ടിക്കാര് അവർ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? മതവും ജാതിയും മുസ്ലിങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് അവർ പറയുന്നത്. അല്ലാതെ ഒരു വികസനത്തെ കുറിച്ച് പറയുന്നുണ്ടോ? നാടിന് ആവശ്യമുള്ള എന്തെങ്കിലും കുറിച്ച് പറയുന്നുണ്ടോ? തൊഴിലില്ലായ്മയെ കുറിച്ച് പറയുന്നുണ്ടോ? പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഗ്യാസിന്റെ വില വർധനവിനെ കുറിച്ച് പറയുന്നുണ്ടോ? അങ്ങനെ മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും അവർ പറയുന്നുണ്ടോ? ഒരിക്കലുമില്ലല്ലോ. മതവും ജാതിയും മാത്രം, അതിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം, ഇതൊക്കെയാണ് ഇവരുടെ ഇത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വർത്തമാന കാലത്ത്, ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെയൊക്കെ മക്കള് ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അവർ അറിയണ്ടേ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതാണ്. നമ്മുടെ മക്കൾ അറിയണം ഇന്നത്തെ വർത്തമാന സാഹചര്യത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അവരറിയണം. അതിനെന്താ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇപ്പോഴും ഞാൻ പറയുന്നു, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവർ ഒരിക്കലും വർഗീയത കുത്തിക്കയറ്റരുത്. അവൻ ഹിന്ദുവാണ്, മുസൽമാനാണ്, ക്രിസ്ത്യാനിയാണ്, മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത്, എന്ന് പറഞ്ഞ് കൊടുക്കരുത്. ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും നമ്മളൊക്കെ ഒന്നാണ്. നമ്മളെ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരൊക്കെ ഒന്നാണ് മോനെ, അവരൊക്കെ നമ്മുടെ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്. അവര് നമ്മളെ പോലെ ജീവിക്കാൻ അവകാശമുള്ള ആളുകളാണ്. അവർക്കും ഇവിടെ ജീവിക്കണം, നമുക്കും ഇവിടെ ജീവിക്കണം. അതിന് നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ പോകണം മോനെ. അതുകൊണ്ട് നല്ല ഒരു ഇന്ത്യക്കായിട്ട് നമ്മളെല്ലാവരും അതിന് ആത്മാർത്ഥമായിട്ട് പ്രയത്നിക്കണം. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു കേട്ടോ, കാരണം ഈ കുട്ടികൾക്ക് രാഷ്ട്രീയം വേണ്ട എന്നുള്ളത് ശക്തമായിട്ട് എതിർക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികള് നാട്ടിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് എങ്കിലും അവരറിയണം. അവർ ഇന്ന പാർട്ടിയിൽ പോകണം, ഇന്ന പാർട്ടിന്റെ കൊടി പിടിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷെ അവർ മനസ്സിലാക്കണം ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത്, ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു അറിവ് അവർക്ക് വേണം. അത് പേപ്പർ വായിച്ചിട്ടോ സോഷ്യൽ മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ മുതിർന്നവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക.